السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا മുഹമ്മദ്. ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ നാം പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാം വലിയ വില നൽകി ഉദ്ഹിയ്യത്ത് അറുക്കാൻ വേണ്ടി മൃഗങ്ങളെ വാങ്ങിക്കുമ്പോൾ ആ മൃഗത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത, അതല്ലെങ്കിൽ ആ മൃഗത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഉദ്ഹിയ്യത്ത് കർമ്മം നടത്തിയാൽ സ്വീകരിക്കപ്പെടാത്ത രൂപത്തിലുള്ള ചില ന്യൂനതകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ നാം കൈകാര്യം ചെയ്യണം. അല്ലാതിരുന്നാൽ നാം ഉദ്ഹിയ്യത്ത് എന്ന പേരിൽ മൃഗത്തെ വാങ്ങി അറുത്തു, പക്ഷേ അത് ഉദ്ഹിയ്യത്തിന് പറ്റാത്ത മൃഗമായിരുന്നുവെങ്കിൽ നാം ഉദ്ദേശിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കാതെ പോകും. അതുകൊണ്ട് തന്നെ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട മസ്അലകൾ നാം വ്യക്തമായും അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായി അവ നിർവഹിക്കാൻ വേണ്ടി, അവ ശ്രദ്ധിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ഓർക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിനും ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉദ്ഹിയ്യത്തിൻ്റെ മസ്അലകൾ, ഉദ്ഹിയ്യത്തിൻ്റെ മൃഗത്തിനുണ്ടാവാൻ പാടില്ലാത്ത ന്യൂനതകളെ സംബന്ധിച്ചൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയ 4 കാര്യങ്ങൾ: അർബഉൻ ലാ തജൂസു ഫിൽ ദഹായ, ഉദ്ഹിയ്യത്ത് അറുക്കുന്ന മൃഗത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത 4 ന്യൂനതകളെ സംബന്ധിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അൽ ഔറാഉൽ ബയ്യിന ഔറുഹ, വ്യക്തമായ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള കോങ്കണ്ണുള്ള മൃഗം അതിനറുത്താൽ ഉദ്ഹിയ്യത്തായി പരിഗണിക്കപ്പെടൂല എന്ന്. അപ്പോൾ ഈ അറുക്കപ്പെടുന്ന മൃഗത്തിന് കോങ്കണ്ണുള്ളതാണെങ്കിൽ തന്നെയും അത് ഉദ്ഹിയ്യത്തിന് പറ്റൂല എന്ന് പറയുമ്പോൾ മഹാന്മാർ വിശദീകരിച്ചു പറഞ്ഞു, എന്നാൽ കാഴ്ച കുറഞ്ഞു പോയതോ അതല്ലെങ്കിൽ തീരെ കാഴ്ചയില്ലാത്ത മൃഗത്തെ ഉദ്ഹിയ്യത്ത് അറുത്താൽ അതൊരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല, അത് സ്വഹീഹാകുകയില്ല. അതിന് വ്യക്തമായ ന്യൂനതയായിട്ടാണ് അത് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് കോങ്കണ്ണുള്ള മൃഗം അല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത മൃഗത്തെ ഉദ്ഹിയ്യത്ത് അറുക്കാൻ പാടില്ല. രണ്ടാമതായി അവിടുന്ന് പറഞ്ഞു, വൽ മരീദത്തുൽ ബയ്യിനു മർദുഹ, വ്യക്തമായ രോഗമുള്ളത്, വലിയ രോഗം പിടിപെട്ട മൃഗം, ആ രോഗം കാരണം അതിന് ശരീരത്തിനാകെ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്, മാംസത്തിന് അതിൻ്റെ കുറവ് വരുന്നുണ്ട്, ചൊറിച്ചിൽ, അതുപോലെ തന്നെ അതുപോലുള്ള കണ്ടാൽ വെറുക്കുന്ന രൂപത്തിലുള്ള രോഗങ്ങൾ, അതുപോലെ മറ്റു വലിയ വലിയ രോഗം പിടിപെട്ടത് കാരണം അതിന് സ്വന്തമായി നടക്കാനോ മേഞ്ഞു തിന്നാനോ ഒന്നും കഴിയാത്ത രൂപത്തിൽ പ്രയാസപ്പെടുന്ന രൂപത്തിലുള്ള മൃഗമാണ് എങ്കിൽ അതിനെയും ഉദ്ഹിയ്യത്തിന് പറ്റൂല. ചെറിയ ചെറിയ രോഗങ്ങൾ കൊണ്ടാണെങ്കിൽ അതുകൊണ്ട് വിരോധവുമില്ല എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതേ മൂന്നാമതായി വൽ അർജാഉൽ ബയ്യിന ദൽഉഹ, മുടന്തുള്ള മൃഗം, അതിനൊരു കാലിന് മുടന്തുണ്ട് അല്ലെങ്കിൽ കൈക്ക് മുടന്തുണ്ട് എങ്കിൽ അതിനെ ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റുകയില്ല. അപ്പോൾ 2 കൈയിനും അല്ലെങ്കിൽ 2 കാലിനും അല്ലെങ്കിൽ ഒരു കൈയിനും ഒരു കാലിനും മുടന്തുണ്ടെങ്കിൽ അതിനെ ഉദ്ഹിയ്യത്ത് അറുത്താലും അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നാലാമതായി അവർ ഓർമ്മപ്പെടുത്തി, വൽ കസീറത്തുൽ ലത്തി ലാ തുൻഖി, ഒരിക്കലും നടക്കാൻ കഴിയാതെ വലിയ രോഗം പിടിപെട്ടത് കാരണം, വലിയ ക്ഷീണം പിടിപെട്ടത് കാരണം സ്വന്തമായി മേഞ്ഞു നിന്നാനോ സ്വന്തമായി വെള്ളം കുടിക്കാനോ മറ്റൊന്നും കഴിയാതെ വലിയ പ്രയാസം നേരിടുന്ന, ശരീരം പറ്റെ ക്ഷീണിച്ച് പോയ മൃഗം, അതിനെയും ഉദ്ഹിയ്യത്ത് അറുത്താൽ അത് ഉദ്ഹിയ്യത്തായി പരിഗണിക്കപ്പെടുകയില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഉദ്ഹിയ്യത്ത് അറുക്കാൻ വേണ്ടി വാങ്ങുന്ന മൃഗം എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായതായിരിക്കണം. വാല് മുറിഞ്ഞു പോയത്, ചെവി മുറിഞ്ഞു പോയത്, ഇങ്ങനെയുള്ള അവയവം നഷ്ടപ്പെട്ട മൃഗത്തെ അതിനറുത്താലും അത് ഉദ്ഹിയ്യത്തായി പരിഗണിക്കപ്പെടുകയില്ല എന്ന് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ ഇത്തരം ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം നിർവഹിക്കുന്ന വലിയ കർമ്മം എല്ലാ നിലക്കും കുറ്റമറ്റതാവാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.